യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ISRO. PSLV C-59 റോക്കറ്റിലാണ് വിക്ഷേപണം നടക്കുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹം പ്രോബ 3യെയാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഡിസംബർ 4-നാണ് വിക്ഷേപണം. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നടപടിക്രമങ്ങൾ ഏതുവരെയായി? നീലിമ, ഡിസംബർ 4-നാണ് വിക്ഷേപണം നടക്കുക. ഇതിന് മുന്നോടിയായാണ് PSLV C-59 ലോഞ്ചുകൾ സംബന്ധിച്ച വിവരങ്ങൾ ISRO പുറത്തുവിടുന്നത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ISROയുടെ വാണിജ്യ വിഭാഗത്തിന് വേണ്ടിയാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപണം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. 59ാമത്തെ PSLV ലോഞ്ച് പ്രോബ 3 എന്ന് പറയുന്ന ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരിക്കും വിക്ഷേപിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിനുള്ള പ്രാഥമിക ഘട്ടത്തിലുള്ള കരാറുകളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സാറ്റലൈറ്റുകൾ, അതായത് നിരീക്ഷണ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകളെല്ലാം തന്നെ വിദേശ സംവിധാനങ്ങളുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഡിസംബർ 4-ന് ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 580 കിലോഗ്രാമോളം ഭാരമുള്ള, അതായത് ഭാരമേറിയ ഒരു സാറ്റലൈറ്റ് തന്നെയാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പോളാർ സ്പേസ് സാറ്റലൈറ്റുകളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഭാരമേറിയ ഒരു സാറ്റലൈറ്റ് തന്നെയാണ് വിക്ഷേപിക്കുന്നത്. ഈ സാറ്റലൈറ്റ് ഭൂമിയിൽ നിന്നും 600 കിലോമീറ്റർ, ഏറ്റവും അടുത്ത അകലം, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഭ്രമണം ചെയ്യുന്നത് 600 കിലോമീറ്റർ ഭൂമിക്ക് ഏറ്റവും അടുത്തും, അതുപോലെ തന്നെ ഭൂമിക്ക് ഏറ്റവും ദൂരെ 60,530 കിലോമീറ്റർ ദൂരത്തിലും എത്തുന്ന ആ ഒരു ഭ്രമണപഥത്തിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന്റെ ആദ്യഘട്ടം ലോഞ്ച് ആയിരിക്കും നടക്കുക എന്നാണ് ISRO അപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 4-ാം തീയതി ഈ വിക്ഷേപണം നടക്കുകയും ചെയ്യും. വീണ്ടും, അതായത് ഭാരതത്തിന്റെ ആ ഒരു കോമ്പിറ്റൻസി, അതായത് വാണിജ്യ വിക്ഷേപണങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കോമ്പിറ്റൻസി കൂടുതൽ തെളിയിക്കുന്നത് കൂടിയാണ് 59ാമത്തെ PSLV C-59 ലോഞ്ച്. നീലിമ, ISRO വലിയൊരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.